ഒന്ന് രണ്ട് കാര്യം ഞാൻ ഈ വിഷയം അവതരിപ്പിക്കുന്നതിന് മുമ്പായിട്ട്, ചർച്ച ചെയ്യുന്നതിന് മുമ്പായിട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഇതൊരു പ്യുവർ അക്കാദമിക് ചർച്ചയായി അവതരിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനൊരു ക്ലാസ് മുറിയുടെ സ്വഭാവം വരും. ഞാൻ പൊതുവെ ഈ ഔപചാരികതയിലൊന്നും വളരെ അധികം വിശ്വസിക്കുന്ന ആളല്ല. സോ ഐ മേ കം സ്ട്രെയിറ്റ് ടു ദി ടോപ്പിക് അണ്ടർ ഡിസ്കഷൻ. രണ്ടാമത്തൊരു കാര്യം, ശ്രീ പ്രേംനാഥ് എന്നെ വിളിച്ചപ്പോഴും ഞാൻ പറയുകയുണ്ടായി, ഞാൻ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിലോ പ്രത്യയശാസ്ത്രത്തിലോ വിശ്വസിക്കുന്ന ആളല്ല. ചില ആശയങ്ങൾ ഞാൻ അവതരിപ്പിക്കും, അവയുമായി വിയോജിക്കുന്നതാണ് എനിക്ക് കൂടുതൽ സ്വീകാര്യമായിട്ടുണ്ടാകുക. മൂന്നാമത്തെ ഒരു കാര്യം, ഇതൊരു ക്ലാസ് മുറി പ്രസംഗമായിട്ടെടുത്താൽ മതി, ഔപചാരികമായിട്ടുള്ള ഒരു പ്രസംഗമായിട്ട് കാണാതെ. കാരണം ഞാനൊരു കാര്യം കൊടുക്കാറില്ല, സ്വീകരിക്കാറുമില്ല. അത് ബഹുമാനമാണ്. ഐ ഡോണ്ട് ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ഐ ഡോണ്ട് ടേക്ക് റെസ്പെക്റ്റ്. ആ ഒരു പരിപ്രേക്ഷ്യത്തിൽ ഈ വിഷയത്തെക്കുറിച്ച്, വിഷയം വളരെ വ്യാപകമായിട്ടുള്ളതാണ്, ഞാൻ കുറേ പ്രിപ്പയർ ചെയ്തായിരുന്നു. അത് മൊത്തം പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എല്ലാവരും വിശന്നിരിക്കുകയാണ്. ഈ ബെർനാഡ് ഷാ പറഞ്ഞല്ലോ, സ്റ്റഡി ദ ഓഡിയൻസ് ബിഫോർ യു സ്പീക്ക്. ഈ വിശന്നിരിക്കുന്നവരോട് അധികം അക്കാദമിക് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് അത്ര ശരിയായിരിക്കില്ല. അപ്പോൾ സാമൂഹ്യനീതി, ദാരിദ്ര്യം, സമ്പത്ത്, സ്വാതന്ത്ര്യം, എൻ്റെ സുഹൃത്ത് പ്രേംനാഥ് തന്നത് വളരെ വിപുലമായിട്ടുള്ള ഒരു വിഷയമാണ്. ഇതിനെക്കുറിച്ചെല്ലാം തന്നെ വളരെ വ്യാപകമായിട്ടുള്ള ആഴത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അക്കാദമിക് രംഗത്ത്. അതിൽ ഓരോന്നും എടുത്ത് കഴിയുന്നതും ഹ്രസ്വമായിട്ട് ചർച്ചയ്ക്കായി അവതരിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം സാമൂഹ്യനീതി എന്ന പദം കുറച്ച് അപകടം പിടിച്ചൊരു ആശയമാണ്. സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് യു പിയിലും ബീഹാറിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. സംവരണവുമായിട്ട് ബന്ധപ്പെടുത്തി, സംവരണം എന്നൊക്കെ പറയുമ്പോൾ വളരെ വൈകാരികമായിട്ട് മനുഷ്യർ പരിഗണിക്കുന്ന ഒരു കാര്യമാണ്. അക്കാഡമിക്സിൽ അങ്ങനെ വൈകാരികത പറ്റില്ല. അപ്പം നീതി എന്ന അർത്ഥത്തിലായിരിക്കും ഞാനത് ചർച്ച ചെയ്യുന്നത്. അതും 1971 ജോൺ റോൾസ് എഴുതിയ അതിപ്രശസ്തമായിട്ടുള്ളൊരു ബുക്ക്, എ തിയറി ഓഫ് ജസ്റ്റിസ്. അത് അതിനുശേഷം 2009 അമർത്യ സെൻ എഴുതിയിട്ടുള്ള ദി ഐഡിയ ഓഫ് ജസ്റ്റിസ് എന്ന പുസ്തകം. ഈ രണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ പ്രത്യേക സാമൂഹ്യ സാഹചര്യത്തിൽ നീതി എന്ന ആശയത്തെ എങ്ങനെ കാണണം എന്നുള്ളതിൻ്റെ കാര്യം സൂചിപ്പിക്കാനാണ്.
നമ്മുടെ ഭരണഘടന എങ്ങനെ നീതിയെ കണ്ടു, നെഹ്റുവിനെ പോലുള്ള ആളുകൾ ഈ ആശയത്തെ എങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചു, നയപരമായിട്ടുള്ള സമീപനങ്ങളിലൂടെ എങ്ങനെ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിച്ചു, ഇതായിരിക്കും ഞാൻ ചർച്ച ചെയ്യുന്നത്. പിന്നെ ദാരിദ്ര്യം, ഈ ആശയത്തെക്കുറിച്ച് ധാരാളം ചർച്ചകൾ നടക്കുകയാണ് ഇപ്പോൾ ഫുഡ് പോവർട്ടി, ഡിജിറ്റൽ പോവർട്ടി, നോളജ് പോവർട്ടി, ആശയ ദാരിദ്ര്യം, വിജ്ഞാന ദാരിദ്ര്യം, കേപ്പബിലിറ്റി പോവർട്ടി, ഇങ്ങനെ ഈ പോവർട്ടിയെ തന്നെ വളരെ വിശാലമായിട്ടുള്ള വ്യാപകമായിട്ടുള്ള രീതിയിൽ അക്കാദമിക് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ സമ്പത്ത്, പിന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വർഷം. അപ്പോൾ ഈ സ്വാതന്ത്ര്യം വളരെ മൂർത്തമായിട്ടുള്ള രീതിയിൽ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ദാരിദ്ര്യവും നീതി നിഷേധവും നമ്മുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ജീവിത പ്രയോഗത്തിൻ്റെ ഒരു ഭാഗമായി വന്നിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു വലിയ വിഭാഗം ജനസംഖ്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭ്യമായിട്ടില്ല എന്നൊരു അഭിപ്രായഗതി ഞാനിവിടെ സ്വീകരിക്കുന്നതായിരിക്കും. സ്വാതന്ത്ര്യം അമർത്യ സെന്നിൻ്റെ 1999 പുസ്തകം. ഡെവലപ്മെൻറ്റിനെ കുറിച്ച്, ഡെവലപ്മെൻറ്റ് ആസ് ഫ്രീഡം. അമർത്യ സെന്നിന് 1998 നോബൽ പ്രൈസ് കിട്ടി. അടുത്ത വർഷം അദ്ദേഹം ഈ പുസ്തകം എഴുതുന്നു. ഫ്രീഡം എന്താണ്? അതൊരു ഫങ്ഷണൽ, ഒരു പ്രയോഗതലത്തിലാണ് ഫ്രീഡം എന്ന ആശയത്തെ ഉപയോഗിക്കുന്നത്. ഫ്രീഡം ഫ്രം പോവർട്ടി, ഫ്രീഡം ഫ്രം ഇല്ലിറ്ററസി, ഫ്രീഡം ഫ്രം ഡിസീസ് ആൻഡ് ഫ്രീഡം ഫ്രം അൺഫ്രീഡം. അത് ഞാൻ ഈ വിഷയങ്ങളെക്കുറിച്ച് കുറച്ച് എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിലും മലയാളത്തിലുമൊക്കെ. ഒരു പക്ഷേ നിങ്ങൾ ചിലരെങ്കിലും അത് കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ അത് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഫ്രീഡത്തിൻ്റെ കാര്യത്തിൽ ജർമ്മൻ ചിന്തകനായിട്ടുള്ള ഹെഗലിൻ്റെ 1820 പുസ്തകത്തിൽ, ഫിലോസഫി ഓഫ് റൈറ്റ് എന്ന പുസ്തകത്തിൽ ഹെഗല് നിർവചിക്കുന്നുണ്ട്, പ്രോപ്പർട്ടി ഈസ് ഫ്രീഡം എന്ന് പറയുന്നത്. പ്രോപ്പർട്ടി ഈസ് ഫ്രീഡം. ഈ ആശയത്തെ വിമർശിച്ചുകൊണ്ട് മാർക്സ് 1843 എഴുതിയിട്ടുണ്ട്, ഒരു ക്രിട്ടിക് ഓഫ് ഹെഗൽ. അപ്പം ഞാൻ അതിലേക്ക് വരുന്നതാണ്. ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നതിന് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിലും വിമോചനത്തിലും എംപവർമെൻറ്റിലൊക്കെ വലിയ സ്ഥാനമുണ്ട്. ഇപ്പം എമർജൻസ് ഓഫ് പ്രോപ്പർട്ടി എംഗൽസാണ് ഏറ്റവും ആധികാരികമായിട്ടുള്ള പുസ്തകം എഴുതിയത്. 1884 മാർക്സ് മരിച്ച് അടുത്ത വർഷം ഒറിജിൻ ഓഫ് ഫാമിലി, പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് ദ സ്റ്റേറ്റ്. പല അക്കാഡമിക് പണ്ഡിതന്മാരും ഉപയോഗിക്കുന്നൊരു പുസ്തകമാണ്. അതുപോലെ തന്നെ മാർക്സിസ്റ്റ് ചിന്തകരും മാർക്സിസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തകരും വിമർശനാത്മകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പുസ്തകമാണത്. ഇപ്പം ഈ 2-3 കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ടായിരിക്കും ഞാൻ വിഷയം അവതരിപ്പിക്കുന്നത്. അത് നമ്മൾ പറയുമ്പോൾ
ഇന്ത്യയുടെ വികസനത്തിൻ്റെ ചരിത്രം തൊട്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെടുത്തി വേണം ഈ വക കാര്യങ്ങളെ കാണാനായിട്ട്. ഇന്ത്യയുടെ വികസനത്തിൻ്റെ ചരിത്രം അതിപ്പോൾ 50കളിലും 60കളിലും 70കളിലും ഉണ്ടായിരുന്ന ഒരു ചരിത്രമുണ്ട്. പിന്നെ 1980കളിൽ ഉണ്ടായിരുന്നൊരു ചരിത്രമുണ്ട്. പിന്നെ 1990കളുടെ ആരംഭം മുതൽ നമ്മളിപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നവ ലിബറൽ സമ്പ്രദായം ഈ മൂന്ന് നാല് കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ വികസനം എങ്ങനെ മുന്നോട്ട് പോയി. ഇപ്പോൾ ഇന്ത്യ ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയാണ്. 5th ലാർജസ്റ്റ് ഇക്കോണമി ഇൻ ദ വേൾഡ്. 3.7 ട്രില്യൺ ഡോളറാണ് നമ്മുടെ ദേശീയ വരുമാനം. ട്രില്യണൊക്കെ മനസ്സിലാക്കാൻ എന്തായാലും പ്രയാസമുള്ള ഒരു ഫിഗറാണത്. ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു 5 ട്രില്യൺ ഡോളറാക്കുക എന്നുള്ളതാണ്. ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ വളരെ വലിയ സംഭാവനകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തിക രംഗത്ത്. ഈ സംഭാവനകൾ വരുന്നത്, സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത് ഇവിടുത്തെ യുവാക്കൾ, ഇപ്പോൾ 2/3 ഭാഗം ജനങ്ങളും 35 വയസ്സിന് താഴെയുള്ളവരാണ്, യുവാക്കളാണ്. അവരിൽ നിന്നാണ് ഇത്രയും വലിയ വരുമാനം, വളർച്ച ഇന്ത്യയിലുണ്ടാകുന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ ഒരു മെജോറിറ്റിയെ നമ്മൾ കണക്കാക്കുമ്പോൾ വലിയൊരു ഡെമോഗ്രാഫിക് ഡിവിഡൻ്റ് എന്നാണ് പറയുന്നത്. അത് മുന്നോട്ട് നോക്കുന്നൊരു തലമുറയാണത്. പലപ്പോഴും നമ്മൾ ജനാധിപത്യം എന്ന് വിളിക്കുന്ന വൃദ്ധാധിപത്യം ഇന്ത്യയിൽ നിൽക്കുന്ന അതാണ്. വൃദ്ധരുടെ ആധിപത്യമാണ്. ഇത് അംഗീകരിക്കാനും ഇന്ത്യക്കാർ നിർബന്ധിതരായിരിക്കുകയാണ്. ഈ വൃദ്ധാധിപത്യം ഏത് രംഗെടുത്ത് നോക്കിയാലോ, നമ്മൾ ഇന്ത്യൻ സൊസൈറ്റിയെക്കുറിച്ച് പറയാറുണ്ടായിരുന്നു, ബ്രാഹ്മണിക്കൽ ഹയറാർക്കി. സിവിൽ സമൂഹത്തിൽ ഈ ബ്രാഹ്മണിക്കൽ ഹയറാർക്കി ഇങ്ങനെ അപ്രത്യക്ഷമായി വരികയാണ്. ജാതി വ്യവസ്ഥ ഇന്ത്യയിൽ തകർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ജാതി ശക്തമായി വരുന്നു. ഈ ശ്രേണീബദ്ധമായിട്ടുള്ള ബ്രാഹ്മണിക്കൽ ഹൈറാർക്കി 5 രംഗങ്ങളിലാണെന്ന് നിലനിൽക്കുന്നത്. ബ്യൂറോക്രസി, രാഷ്ട്രീയ പാർട്ടികൾ, മതം, അക്കാഡമിയ ആൻഡ് മീഡിയ. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത്, മീഡിയ രംഗത്ത് ആ ഹൈറാർക്കി വളരെ ശക്തമാണ്. മതത്തിൽ, രാഷ്ട്രീയത്തിൽ. ഇവരെല്ലാം പ്രചരിപ്പിക്കുന്ന മൂല്യങ്ങൾ ഒന്ന് തന്നെയാണ്: ഡിസിപ്ലിൻ, അച്ചടക്കം, കഠിനാധ്വാനം. അതോറിറ്റിയെ
അംഗീകരിക്കൽ. ഈ തരത്തിൽ എല്ലാ ഫ്യൂഡൽ മൂല്യങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മതങ്ങളും അക്കാദമിക് സ്ഥാപനങ്ങളും മീഡിയയും ദിനം പ്രതി ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വളരെ നാൾ അക്കാദമിക് രംഗത്തുണ്ടായിരുന്ന ആളാണ്. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന മൂല്യങ്ങൾ ഫ്യൂഡൽ മൂല്യങ്ങളായിരുന്നു. ഇപ്പം ചരിത്രത്തിൽ തെളിവില്ല ഹാർഡ് വർക്ക് ഈസ് ദ സീക്രട്ട് ഓഫ് സക്സസ്. ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്നവരാണ് വിജയിക്കേണ്ടത്. നമ്മുടെ കഴുതകളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജീവികളായിരിക്കേണ്ടത്. ദേ ആർ ഡൂയിങ് ദ മോസ്റ്റ് ഹെവി വർക്ക്. അല്ല, അമേരിക്കയിലെ കറുത്തവർഗക്കാരാണ് 4 തലമുറ അടിമകളായിരുന്ന ഈ വിഭാഗക്കാർ 13-14 മണിക്കൂറാണ് ജോലി ചെയ്ത് തരുന്നത്. ഇവരൊന്നുമല്ല അവിടുത്തെ റിച്ചസ്റ്റ് ആയിട്ടുള്ളത്. ഹാർഡ് വർക്ക് ചെയ്യരുത്. ഒരു രംഗത്തും ഹാർഡ് വർക്ക് ചെയ്യരുത്. അത് വിദ്യാഭ്യാസത്തിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും മാധ്യമരംഗത്തായാലും ഡോണ്ട് ഡു ഹാർഡ് വർക്ക്, ഡു ബ്രില്യൻ്റ് വർക്ക്, ക്രിയേറ്റീവ് വർക്ക്. ഉൽപാദനക്ഷമമായിട്ടുള്ള വർക്ക് കുറച്ച് മണിക്കൂറുകൾ ചെയ്യുക, ബാക്കി ലിഷർ ടൈം വേണം മനുഷ്യർ. ഈ അന്നന്നത്തെ ആഹാരത്തിന് കഠിനാധ്വാനം ചെയ്ത് വായിക്കാനും ചിന്തിക്കാനും കഴിയാതിരുന്ന ജനവിഭാഗങ്ങളിൽ നിന്ന് ആരും ഉയർന്നു വന്നിട്ടില്ല. അത് ഫ്രീഡവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. മാർക്സ് പറഞ്ഞു, എസൻസ് ഓഫ് എക്സിസ്റ്റൻസ് ഇസ് ഹ്യൂമൻ ഫ്രീഡം എന്ന് പറഞ്ഞു മാർക്സ്. ആ ഫ്രീഡം വേണം. ഫാദർ ഓഫ് പൊളിറ്റിക്കൽ ഇക്കോണമി ആഡം സ്മിത്ത് പറഞ്ഞു, മനുഷ്യന് വളരണമെങ്കിൽ യു ഷുഡ് റിഫ്ലക്റ്റ് ആൻഡ് സ്പെക്കുലേറ്റ്. ഈ 2 കാര്യങ്ങൾ നിരന്തരം ചെയ്യണം. ഇതുവരെ നമ്മൾ എന്ത് ചെയ്തു, ഇനി എന്ത് ചെയ്യണം? ഭാവനയില്ലാത്ത, സ്വപ്നങ്ങളില്ലാത്ത ഒരു വ്യക്തിക്ക് വളർച്ചയില്ല, ഒരു സാമൂഹ്യ വിഭാഗത്തിന് വളർച്ചയില്ല. യു ഷുഡ് ഹാവ് ഡ്രീംസ്. ഉട്ടോപ്യ വേണം. ഓസ്കാർ വൈൽഡ്, പ്രോഗ്രസ് ഈസ് ദ റിയലൈസേഷൻ ഓഫ് ഉട്ടോപ്പിയാസ്. അതെപ്പോഴും നമ്മുടെ മുന്നിൽ വേണം. അങ്ങനെ ഒരു ഉട്ടോപ്യ കൊടുക്കാനായിട്ട്, ജനങ്ങൾക്ക് കൊടുക്കാനായിട്ട് രാഷ്ട്രീയ നേതാക്കളെന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്കും അധ്യാപകർക്കും കഴിയണം. ഇതിപ്പോൾ ഏറ്റവും അധികം മൂല്യശോഷണം വന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള നേതാക്കളിലും അധ്യാപകരിലുമാണ്. അതിൻ്റെ പ്രതിഫലനങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, എസ്പെഷ്യലി ഫോർ ടീച്ചേഴ്സ്. കാരണം ചിന്തിക്കുന്നവർക്ക് ചിന്തിപ്പിക്കാനാവൂ, ചിന്തിക്കാത്തവർക്ക് ചിന്തിപ്പിക്കാനാവില്ല. പല അധ്യാപകരും പരാജയപ്പെടുന്നത് അവിടെയാണ്. ഇവിടെ സംഭവിച്ചത്, ഇന്ത്യ വലിയൊരു സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നു. ഈ 75 വർഷത്തിനിടയ്ക്ക് ധാരാളം സമ്പത്ത്. പക്ഷെ ഇവിടെയാണ് അംബേദ്കർ പറഞ്ഞു വെച്ച വൈരുദ്ധ്യം. ജനാധിപത്യത്തിലെ വൈരുദ്ധ്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്.
രാഷ്ട്രീയ രംഗത്ത് സമത്വവും, വൺ മാൻ വൺ വോട്ട് വൺ വാല്യൂ, സാമ്പത്തിക സാമൂഹ്യ രംഗങ്ങളിൽ ഇനീക്വാളിറ്റിയും അസമത്വവും, ഇത് വേഗം തിരുത്തണം. ഇല്ലെങ്കിൽ ഈ വ്യവസ്ഥിതിയുടെ ഇരകൾ ഈ ഭരണഘടന വലിച്ചെറിയെന്ന് പറഞ്ഞു. They will throw away this constitution. ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള ആദ്യത്തെ ഈ ചലഞ്ച് വരുന്നത് ഭരണഘടനാ ശില്പിയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയ നമ്മുടെ ഭരണഘടന വളരെ വിപ്ലവാത്മകമായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ്. ഓൾഡസ്റ്റ് ഡെമോക്രസി ഇൻ ദ വേൾഡ് അമേരിക്ക 1787 അമേരിക്കൻ ഭരണഘടന നിലവിൽ വരുന്നത്. പക്ഷേ അമേരിക്കയിലെ എല്ലാ പൗരന്മാർക്കും ആ ഭരണഘടന വോട്ടവകാശം കൊടുത്തില്ല. അമേരിക്കയിലെ വെള്ളക്കാരായിട്ടുള്ള പുരുഷന്മാർക്ക് മാത്രമാണ് കൊടുത്തത്. സ്ത്രീകൾക്കില്ലായിരുന്നു. സ്ത്രീകൾക്ക് 1920കളിലാണ് വോട്ടവകാശം കിട്ടുന്നത് അമേരിക്കയിൽ. കറുത്തവർഗക്കാർക്കില്ലായിരുന്നു. അന്ന് അമേരിക്കയിൽ പറഞ്ഞെന്താ, അടിമത്വം തുടരണം, അടിമ സമ്പ്രദായം. എബ്രഹാം ലിങ്കൺ പറഞ്ഞു പറ്റില്ല. അപ്പോൾ അവർ പറഞ്ഞെന്താണ്, ഞങ്ങൾ മെജോറിറ്റി ഡിസൈഡ്സ്, ഡെമോക്രസി ഡിസൈഡ്സ്. ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അന്ന് അബ്രഹാം ലിങ്കൺ പറഞ്ഞു, ജനാധിപത്യത്തിനും ഭൂരിപക്ഷത്തിനും അതീതമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ രാഷ്ട്രീയക്കാർ പറയല്ലോ, അപ്പോൾ വി ഹാവ് ദ മാൻഡേറ്റ്. ഇപ്പം ഏറ്റവും കൂടുതൽ മാൻഡേറ്റുള്ള പാർട്ടി ഇന്ത്യയിൽ BJP ആണ് എന്ന് പറഞ്ഞപ്പോൾ BJP ഗവൺമെൻറ്റിന് മാൻഡേറ്റ് ഉണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം വരുമ്പോൾ ഇന്ത്യയുടെ ഒരു ഭാഗം അങ്ങ് വിറ്റ് കളയാമെന്നൊന്നും പറയാം. അതൊന്നും ജനങ്ങൾ ആ അധികാരമൊന്നും BJPക്ക് കൊടുത്തിട്ടില്ല. അവർ തീരുമാനിക്കുക, ശരി പഞ്ചാബ് അങ്ങ് വിറ്റ് കളയാം. ദാറ്റ് ഈസ് നോട്ട് ദ മാൻഡേറ്റ്. ജനങ്ങൾ കൊടുക്കുന്ന മാൻഡേറ്റ് എന്തിനാ? ഭരണഘടനയുടെ പ്രൊവിഷൻസ് അനുസരിച്ച് നിങ്ങൾ 5 വർഷം ഭരിച്ചോളൂ, അതിനാ മാൻഡേറ്റ് തരുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ കാർട്ട് ബ്ലാൻഷെ ടു ഡു എനിത്തിങ് യു ലൈക്ക്. ഒരു സർക്കാർ സോവറിനല്ല, സർവാധികാരിയല്ല, ജനങ്ങളാണ് സോവറിൻ. അതും ആ സോവറിനിറ്റി പ്രകടമാക്കുന്നത് വളരെ സങ്കീർണമായിട്ടുള്ളൊരു പ്രക്രിയയിലൂടെയാണ്. ഗവൺമെൻറ്റുകൾ, സർക്കാരുകൾ സോവറിനല്ല. സർക്കാരിന് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല ജനങ്ങൾ. For the next 5 years, you can rule according to the provisions of the Constitution. എന്നാ പറയുന്നത്. ഇങ്ങനെ വന്നപ്പോൾ കാലാകാലങ്ങളിൽ അധികാരത്തിൽ വന്ന സർക്കാരുകൾ സാമ്പത്തിക രംഗത്ത് വേണ്ടതായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നില്ല. അതിൻ്റെ ഫലമായിട്ട് വലിയ സാമ്പത്തിക വളർച്ച ഉണ്ടായിട്ടുള്ള ഇന്ത്യയിൽ ഈ വർഷം വന്നിട്ടുള്ള വേൾഡ് ഇനീക്വാളിറ്റി റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൻ്റെ 22% ആ ടോപ്പിൽ നിൽക്കുന്ന 1% ആളുകൾക്കാണ് കിട്ടുന്നത്. 1% ഓഫ് ദ പോപ്പുലേഷൻ ഗെറ്റിംഗ് 22% ഓഫ് ദ നാഷണൽ ഇൻകം. അവരുടെ ശക്തി ഒന്ന് ആലോചിച്ച് നോക്കൂ.
ടോപ്പിൽ നിൽക്കുന്ന 10%-ത്തിന് 57% ദേശീയ വരുമാനം അവർക്കാണ് കിട്ടുന്നത്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ വേണം, സന്ദർഭത്തിൽ വേണം നമ്മൾ ദാരിദ്ര്യത്തെ കാണാനായിട്ട്. അങ്ങനെ കാണുമ്പോൾ, നോക്കിക്കാണുമ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഇന്ത്യക്കാരൻ്റെ സ്വാതന്ത്ര്യമായി തീർന്നിട്ടില്ല. ട്രാൻസ്ലേറ്റിംഗ് ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ് ഇൻടു ഇന്ത്യൻസ് ഇൻഡിപെൻഡൻസ് അത് സംഭവിച്ചിട്ടില്ല. കാരണം ഹെഗൽ പറഞ്ഞു പ്രോപ്പർട്ടി ഈസ് ഫ്രീഡം. ആരാ പാവപ്പെട്ടവരെ വളരെ ഡയലക്റ്റിക്കലായിട്ട് വൈരുദ്ധ്യാത്മകമായിട്ട് നിർവചിച്ചത് മാർക്സാണ് 1843. കാരണം ഇവിടെ പുനർനിർവചനത്തിൻ്റെ ആവശ്യം വരുന്നുണ്ട്. മാർക്സ് പറഞ്ഞെന്താ? ദാരിദ്ര്യവും സമ്പത്തും സൃഷ്ടിക്കുന്നത് ഒരേ പ്രക്രിയയാണ് എന്നാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് ദ സെയിം പ്രോസസ് which creates both poverty and wealth. ഇത് രണ്ടും സൃഷ്ടിക്കുന്നതാകട്ടെ പാവപ്പെട്ടവരാണ്, ദരിദ്രരാണ്. അപ്പോൾ ദരിദ്രർ സമ്പന്നർക്ക് സ്വത്തുണ്ടാക്കി കൊടുക്കുകയും സമ്പത്തുണ്ടാക്കി കൊടുക്കുകയും അതേസമയം തന്നെ അവരുടെ തന്നെ ദാരിദ്ര്യവും പിന്നോക്കാവസ്ഥയും ഉൽപ്പാദിപ്പിക്കുകയും പ്രത്യുൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. മാർക്സിൻ്റെ വേർഡ്സ് ഇതാണ്. ദേ പ്രൊഡ്യൂസ് ആൻഡ് റീപ്രൊഡ്യൂസ് ദെയർ ഓൺ പോവർട്ടി ആൻഡ് ബാക്ക്വേർഡ്നെസ്. ഒരേ പ്രക്രിയയാണ്. അപ്പം ഈ വെൽത്ത് ഇങ്ങനെ കുന്നുകൂടുക. കേരളത്തിൻ്റെ കാര്യത്തിൽ ഒക്ടോബറിൽ ഹൈക്കോർട്ട് പറഞ്ഞിട്ടുണ്ട് കേരള ഗവൺമെൻറ്റിനോട് അന്വേഷിക്കാൻ. മതങ്ങളും ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസും കണ്ടമാനം ഗവൺമെൻറ് സ്വത്തും ഭൂമിയും പുറമ്പോക്ക് ഭൂമിയും കൈയടക്കി വച്ചിരിക്കുന്നു. ഇത് എത്രയാണെന്ന് അളന്ന് തിട്ടപ്പെടുത്തണം, അതിന് സ്റ്റഡി നടത്തണമെന്ന് കേരള ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ കോടതി പറഞ്ഞാലല്ലേ ചെയ്യുള്ളൂ. രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ രാഷ്ട്രീയ നേതാക്കൾ ഭയപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ കോടതി പറഞ്ഞാലേ ചെയ്യൂ. കോടതി ഇപ്പോൾ നീതി നിഷേധിച്ച് രണ്ട് കാര്യങ്ങളെ ഞാനിവിടെ കേന്ദ്ര ബിന്ദുവായിട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ദാരിദ്ര്യത്തെയും ഇനീക്വാളിറ്റിയെയും അസമത്വത്തെയും രണ്ടും രണ്ടായി കാണണം. അംബാനിയുടെയും അദാനിയുടെയും സ്വത്ത് കൂടുന്നത് കൊണ്ടല്ല ദാരിദ്ര്യം നിലനിൽക്കുന്നത്. അവിടെ ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടത് സാമ്പത്തിക സുരക്ഷിതത്വമാണ്. സാമ്പത്തിക സുരക്ഷ, സാമൂഹിക സുരക്ഷയല്ല, ഇക്കണോമിക് സെക്യൂരിറ്റി, നോട്ട് സോഷ്യൽ സെക്യൂരിറ്റി. അവർക്ക് ഇക്കണോമിക് സെക്യൂരിറ്റി ഉണ്ടാവണം എന്ന് പറയുമ്പോൾ അവർക്ക് സ്വത്തവകാശം വേണം. കാരണം ഇത് 1980-കളിൽ സുപ്രീം കോർട്ട് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ടു ലൈഫ്, അത് ഭരണഘടനയുടെ 21-ാം വകുപ്പാണ്. റൈറ്റ് ടു ലൈഫ് ഈസ് മീനിങ്ലെസ് വിത്തൗട്ട് right to livelihood, and it is the duty of the state
സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഭരണകൂടം നമ്മളെ ലെനിനൊക്കെ ഉദ്ദേശിച്ച ഭരണകൂടം അല്ല ഉദ്ദേശിക്കുന്നത്, സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണത്. ജസ്റ്റിസ് ചന്ദ്രചൂഡിൻ്റെ ഇപ്പോഴുള്ള ചീഫ് ജസ്റ്റിസിൻ്റെ അച്ഛൻ അന്ന് സുപ്രീം കോടതി ജസ്റ്റിസായിരുന്നു. അദ്ദേഹം തന്നിട്ടുള്ള പല വെർഡിക്റ്റുകളും വിധികളും ഇന്ത്യൻ ജുഡീഷ്യറി എന്ന് പറയുന്നത് എന്താണ്, ലോകത്തിലെ ഏറ്റവും പ്രോഗ്രസീവായിട്ടുള്ള ജുഡീഷ്യറിയാണ് ഇന്ത്യയിലുള്ളത്. അപ്പം ഇത് ജാതിയുടെ ഒരു ഫാക്ടറാണ്. വിഭവാവകാശ നിഷേധവും അവകാശത്തിൽ നിന്നുള്ള അന്യവൽക്കരണവും അതിനിരയായ സാമൂഹ്യ വിഭാഗങ്ങളാണ് ദരിദ്രരിൽ ഭൂരിഭാഗവും. കൃഷിഭൂമി നിഷേധിക്കപ്പെട്ടവർ, ഭൂമിയുടെ അന്യവൽക്കരണം സംഭവിച്ചവർ, അവരാണ് ദരിദ്രരിൽ ഭൂരിഭാഗവും. അവരിൽ ഭൂരിഭാഗവും ദരിദ്രരാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ദാരിദ്ര്യത്തിന് ജാതിയുണ്ട്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂവിറ്റി. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഭരണാവകാശം ഫ്യൂഡൽ മേലാളന്മാരിൽ നിന്നും രാഷ്ട്രീയ മേലാളന്മാരിലേക്ക് മാറ്റുകയായിരുന്നു. അവർ ഇൻഡിപെൻഡൻസ് മെന്റ് ദാറ്റ്. അവിടെ ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങളുണ്ടായില്ല. അവിടെ ഇതുകൊണ്ടപ്പോൾ നമ്മുടെ ഈ ആപ്പിൻ്റെ ഒക്കെ രാഷ്ട്രീയം ഉണ്ടല്ലോ ഡൽഹിയിൽ, എന്താണ് ഫങ്ഷണൽ ഇമ്പ്രൂവ്മെൻ്റാണ്. അവരൊരു തരത്തിലുള്ള മൗലികമായിട്ടുള്ള സ്ട്രക്ചറലായിട്ടുള്ള മാറ്റങ്ങളും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. രണ്ട് തരത്തിലുള്ള വിഭാഗങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് നിലനിൽക്കുന്നത്. ഒരു വിഭാഗത്തിന് ഭരണസ്ഥിരതയും തുടർച്ചയും വേണം, ഭരണസ്ഥിരത വേണം. They are status quoists. They want the continuity, stability and continuity of the system. പക്ഷെ ഒപ്രസ്ഡ് ആയിട്ടുള്ള ആളുകൾ, അവർക്ക് വേണ്ടത് ഇൻസ്റ്റബിലിറ്റിയും ഡിസ്കണ്ടിന്യൂറ്റിയുമാണ്. ദാറ്റ് ഈസ് എ ഹോപ്പ്. അപ്പോൾ ദോസ് ഹു സപ്പോർട്ട് ദ സ്റ്റാറ്റസ് കോ, ദേ വാണ്ട് stability and continuity. Those who want a change, they want instability and discontinuity. പക്ഷെ ഒരു വൈരുദ്ധ്യമുണ്ട്. നിങ്ങൾ ഏത് ലെവലെടുത്ത് നോക്കിയാലും ശരി, ആർക്കാണോ മാറ്റം ആവശ്യമുള്ളത് അവർക്ക് മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നില്ല. Those who want a change cannot bring about a change. ആർക്കാണോ മാറ്റം കൊണ്ടുവരാൻ കഴിവുള്ളത് അവർക്കൊരു മാറ്റം ആവശ്യമില്ല. Those who want a change cannot bring about a change. Those who can bring about a change do not want a change. സമൂഹത്തിലെ വിവിധ തലങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ളവർ, ആ നേതൃത്വത്തിൻ്റെ തലപ്പത്തേക്ക് വന്നിട്ടുള്ളവർ, രാഷ്ട്രീയത്തിലും മതത്തിലും പ്രസ്സിലും എല്ലാം അവർ സമ്പന്ന കുടുംബങ്ങളിൽ നിന്ന് വന്നവരാണ്. ഒരു പ്രാവശ്യം ഒരു ദളിത് പ്രസിഡന്റ്
രണ്ട് പ്രാവശ്യം ദളിത് പ്രസിഡന്റ്, ഒരു പ്രാവശ്യം ഒരു ആദിവാസി പ്രസിഡന്റ്. ഇന്ത്യ കുഡ് ക്രിയേറ്റ് a Dalit Chief Justice. But an Ambani could not emerge from the Dalits. An Adani could not emerge from the Adivasis. അവരിൽ നിന്ന് വലിയ എഴുത്തുകാരുണ്ടാകുന്നില്ല, വലിയ സിനിമാ സംവിധായകരുണ്ടാകുന്നില്ല, ടെക്നോളജിസ്റ്റുകൾ ഉണ്ടാകുന്നില്ല. ഇതൊക്കെ സമൂഹത്തിലെ സമ്പന്ന വിഭാഗങ്ങളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും വരുന്ന ആളുകൾക്കാണ്. റിസർവ്ഡാണ്. ഓൾ ഹൈ പൊസിഷൻസ് ആർ റിസർവ്ഡ് ഫോർ ദ ബെറ്റർ ഓഫ് ക്ലാസ് ഇൻ ഇന്ത്യ. എല്ലാവർക്കാണ്. ഇതാണ് ദാരിദ്ര്യം. കാരണം കൂടുതൽ ഉൽപാദനം ഉണ്ടായത് കൊണ്ട് അപ്രത്യക്ഷമാകുന്നതല്ല ദാരിദ്ര്യം. വളരെ വിപ്ലവകാത്മകമായിട്ടുള്ള മാറ്റങ്ങളുണ്ടായി ഇന്ത്യയിൽ. ഗ്രീൻ റവല്യൂഷൻ, ബാങ്ക് ദേശസൽക്കരണം, പ്രീപേഴ്സ് നിർത്തൽ, ഭൂപരിഷ്കരണം ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. ഭൂപരിഷ്കരണത്തിലൂടെ പരമ്പരാഗത ഭൂരഹിത കർഷക തൊഴിലാളികൾക്ക് ഭൂമി കിട്ടിയില്ല, ഭൂമിയുടെ ഉടമസ്ഥാവകാശം കിട്ടിയില്ല. ഏത് ഭൂമിയുടെ? കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശമല്ല. അവർക്ക് ഈ ഭൂമിയുടെ അവകാശം കിട്ടാത്തത് കൊണ്ട് ദേ കുഡ് നോട്ട് ആക്സസ് ബാങ്ക് ക്രെഡിറ്റ്. അതിൽ നിന്ന് അവർ സ്വയം സംരംഭകരുണ്ടായില്ല. ഈ വിഭാഗങ്ങളിൽ നിന്ന് പാർശ്വവൽകൃത സാമൂഹ്യ വിഭാഗങ്ങളിൽ നിന്നുണ്ടാകേണ്ടത് 40 ലക്ഷം നേതാക്കളും 4 ലക്ഷം ഭരണാധികാരികളുമല്ല, 4 അംബാനികളാണ്, 4 അദാനികളാണ് അവരിൽ നിന്നുണ്ടാകേണ്ടത്. സംരംഭകർ, വ്യവസായ സംരംഭകർ, ബിസിനസ് സംരംഭകർ, those who control wealth, control the system. അദാനിക്ക് ഒരു പഞ്ചായത്ത് മെമ്പറുടെ അധികാരമില്ല, അല്ലൊരു വില്ലേജ് ഓഫീസറുടെ അധികാരമില്ല. ബട്ട് ദ റൂളേഴ്സ് വുഡ് ഗോ ടു ഹിം. അത് ശക്തിയാണ്, അധികാരമല്ല. ഈ ശക്തി എവിടെ നിന്ന് വരുന്നു? നിയമം ഒരു പ്രശ്നമല്ല ശക്തിക്ക്. നിയമം വഴിമാറും ശക്തൻ വരുമ്പോൾ. സേഫായിട്ട് അവിടെ വഴിമാറിക്കൊടുക്കും നിയമം. പോയിക്കോളൂ സാർ. അധികാരം ശക്തനെ സംരക്ഷിക്കാനുള്ളതാണ്. എന്താണ് സർക്കാരുകൾ പറയുന്നത്? യു ഹാവ് ടു പ്രൊട്ടക്ട് ദി ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ദ പീപ്പിൾ. വിച്ച് പീപ്പിൾ? ലൈഫ് ഓഫ് ദ പീപ്പിൾ ഹു ഹാവ് പ്രോപ്പർട്ടി. അവരുടെ ജീവിതത്തിലും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ടവരാണ് സർക്കാർ. സമ്പത്തില്ലാത്തവനല്ല. സമ്പത്ത് കുന്നുകൂടുന്നു. 2-3 കാര്യങ്ങൾ ഇന്ത്യയിൽ ശക്തമായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന്, വി ആർ കമ്മിറ്റഡ് ടു എ പീസ്ഫുൾ സൊസൈറ്റി. 2, വർദ്ധിച്ചു വരുന്ന മനുഷ്യാവകാശ ബോധവും ജനാധിപത്യ ബോധവും. അപ്പോൾ സമാധാനപരമായിട്ടുള്ള മാർഗങ്ങളിലൂടെ മാത്രമേ ഇവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റൂ.
ദരിദ്രർക്ക് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ സമ്പന്നൻ്റെ വോട്ടും ആവശ്യമുണ്ട്. അസംബ്ലിയിലും പാർലമെന്റിലും അവർ വോട്ട് ചെയ്യുക, അവരനുകൂലിക്കണതിനെ. ഞാനിത് ദ്രൗപദി മുർമുവിൻ്റെ ഇലക്ഷൻ്റെ കോണ്ടക്സ്റ്റിൽ ഏത് ഒരു പത്രത്തിന് ഇൻ്റർവ്യൂ കൊടുത്തായിരുന്നു, മനോരമയ്ക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. അവരും കൂടി സംഭവിച്ച മാറ്റങ്ങളെ ഇവിടെ കൊണ്ടുവരാൻ പറ്റൂ. അൾട്ടിമേറ്റ്ലി ദ കീ ഈസ് വിത്ത് ദ റിച്ച് ആൻഡ് പവർഫുൾ. ഇനിയിപ്പോൾ അവിടെ നീതിയിലേക്ക് വരുമ്പോൾ ഇപ്പം നമ്മൾ ഈ സാധാരണ പറയുമല്ലോ, നോളജ് ഈസ് പവർ. ഈ ഞങ്ങൾ അധ്യാപകരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് വിദ്യാർത്ഥികളെ നല്ലോണം പഠിക്കാൻ വേണ്ടിയിട്ട്. ഓൺലി ദ നോളജ് ഓഫ് ദ പവർഫുൾ ഈസ് പവർ. എല്ലാവരുടെ നോളജും പവറല്ല. നോളജ് കുറഞ്ഞവർ തെറ്റിദ്ധരിക്കരുത്, അവർക്ക് നോളജ് ഉണ്ടാക്കിയാൽ അവർ പവർഫുള്ളായിന്ന്. 2, അധികാരം എപ്പോഴും ശക്തിയുടെ ഭാഗത്താണ്, നീതിയുടെ ഭാഗത്തല്ല. Power is not with justice. Power is with the strong. അത് അധികാരികൾക്ക് സാമൂഹ്യ വ്യവസ്ഥയിൽ അധികാരം നിലനിർത്തണമെങ്കിൽ, അവർക്ക് തുടർന്ന് നിലനിൽക്കണമെങ്കിൽ മറ്റവരെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ. ഇവർക്ക് എന്തെങ്കിലും ചില ക്ഷേമ പ്രവർത്തനങ്ങളോട് നടപ്പാക്കി കൊടുത്താൽ മതി. ദേ വിൽ ബി സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ്. ഒരു ജനാധിപത്യം എന്ന രീതിയിൽ ഇന്ത്യൻ ജനാധിപത്യ സമ്പ്രദായത്തിൻ്റെ ഭാവി ഇവിടുത്തെ സമ്പത്തിൻ്റെ പുനർവിതരണവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ക്യാൻ യു റീഡിസ്ട്രിബ്യൂട്ട് വെൽത്ത്? രണ്ടും രണ്ടായി കാണണം. പോവർട്ടി നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് സാമ്പത്തികമായിട്ടുള്ള സുരക്ഷ നൽകിക്കൊണ്ട്, ത്രൂ ഇക്കണോമിക് സെക്യൂരിറ്റി. നീതി നിലനിർത്തേണ്ടത് സമ്പത്തിൻ്റെ പുനർവിതരണത്തിലൂടെ ആയിരിക്കണം. ഈ സമ്പത്തിൻ്റെ പുനർവിതരണം ഒരു പരിപാടിയാക്കിക്കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയും മുന്നോട്ട് വരുന്നില്ല. സാമൂഹ്യ നീതി എന്നല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയും. ദാറ്റ് ഈസ് എംപ്റ്റി. ദാറ്റ് സ്ലോഗൻ ഈസ് എംപ്റ്റി. ദേ ഹാവ് നോ കോൺക്രീറ്റ് പ്രോഗ്രാം ഫോർ ഇൻട്രൊഡ്യൂസിങ് justice. They have no program for redistributing wealth. Wealth is accumulating in India. ഓരോ സമ്പന്നൻ്റെയും വെൽത്ത് ഇങ്ങനെ അക്കമുലേറ്റ് ചെയ്യുന്നു. അത് എടുത്തൊന്ന് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്, ബിക്കോസ് ഇക്വാളിറ്റി ഈസ് ജസ്റ്റിസ്. സമത്വമാണ് നീതി, സമത്വമാണ് സ്വാതന്ത്ര്യം. സമത്വം വന്നാലല്ലാതെ സ്വാതന്ത്ര്യവും നീതിയും യാഥാർത്ഥ്യമാകാനാകില്ല. യു നീഡ് എ പ്രോഗ്രാം ഫോർ ദ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. വെൽത്തൊക്കെ കൈയടക്കി വച്ചിരിക്കുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള ഇൻഡിവിജ്വൽസാണ്, സ്ഥാപനങ്ങളാണ്. അവരുടെ മുന്നിൽ സർക്കാരുകൾ മുട്ടുകുത്തുന്നു. അത് പാർട്ടി ഭേദമന്യാണ്. അതിൽ നിങ്ങളിപ്പോൾ UDF LDF എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. എന്താ ഈ LDF, ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്? എപ്പോഴെങ്കിലും ഇടത്തോട്ട് നോക്കി എപ്പോഴും വലത്തോട്ട് പോകുന്ന ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കൂട്ടായ്മയാണ് ഇടതുപക്ഷം, ഇടതു മുന്നണി. അത്
വർഗ നിരാസത്തിലും ആണത്. അതിനൊരു പ്രത്യയശാസ്ത്ര നിരാസമുണ്ട്. പ്രത്യയശാസ്ത്ര അധിഷ്ഠിതമല്ല മുന്നണി. UDFും LDFും പ്രത്യയശാസ്ത്ര അധിഷ്ഠിതമല്ല, വർഗാധിഷ്ഠിതമല്ല, ഐഡിയോളജിക്കലി ന്യൂട്രൽ. ദേ ആർ ക്ലാസ് ന്യൂട്രൽ. ബിക്കോസ് അവർ അധികാരം പങ്കിടുന്ന ഒരു സംവിധാനമാണ്. രാഷ്ട്രീയമല്ല ഇവിടെ സാമ്പത്തിക കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, പരിപാടി നിശ്ചയിക്കുന്നത്. തിരഞ്ഞെടുപ്പിനുള്ള സംവിധാനമാണ് പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. ദാറ്റ് ഡിറ്റർമിൻസ്. പൊളിറ്റിക്സ് ഡസ് നോട്ട് ഡിറ്റർമിൻ പോളിസി. ഇറ്റ് ഈസ് ഇലക്ഷൻ സ്ട്രാറ്റജി എമംഗ് വേരിയസ് പൊളിറ്റിക്കൽ പാർട്ടീസ്. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്യും. ഇന്ത്യയിൽ ഒരു വലിയ ജനവിഭാഗത്തിൽ സ്വാതന്ത്ര്യം യാഥാർത്ഥ്യമായിട്ടില്ല. ഈ മൂർത്തമായിട്ടുള്ള അടിസ്ഥാനത്തിൽ അവർക്കാണ് നീതി ലഭിക്കാത്തത്. സമൂഹത്തിൽ എല്ലാ കാലത്തും എല്ലായിടത്തും ദരിദ്രർ നീതി നിരാസത്തെക്കുറിച്ച്, നീതി നിഷേധത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. The poor always wanted justice, but justice always evaded them. Justice went further and further away from them. എന്നിട്ട് അവർ ലഭിക്കുന്നു, നീതി ലഭിക്കുന്നില്ല. സമ്പന്നൊരിക്കലും നീതി ലഭിക്കുന്നില്ല എന്ന് പറയുന്നില്ല. പക്ഷേ നീതി ഒരു സ്വാഭാവികതയോടെ സമ്പന്നർക്ക് ലഭിക്കുന്നു. അപ്പോൾ ഒരു സ്വാഭാവികതയോടെ നീതി പാവപ്പെട്ടവർക്ക് നിഷേധിക്കപ്പെടുകയും ഒരു സ്വാഭാവികതയോടെ നീതി സമ്പന്നന് ലഭിക്കുകയും ചെയ്യുന്നു. ഈ ഒരവസ്ഥയിൽ മാറണമെങ്കിൽ, മാറ്റം ആവശ്യമാണെങ്കിൽ സമ്പത്തിൻ്റെ പുനർവിതരണം നടക്കണം. ജസ്റ്റിസ് ഇസ് ഇക്വാളിറ്റി. Property liberates and empowers. പ്രോപ്പർട്ടിയുടെ വണ്ടർഫുള്ളായിട്ടുള്ള, വിസ്മയാത്മകമായിട്ടുള്ള സ്വഭാവം അതാണ്. പ്രോപ്പർട്ടി എൻറിച്ചസ് യു, എംപവേഴ്സ് യു. അതൊരു പ്രത്യേക ധൈര്യം തരുന്നു. അപ്പം ഇന്ത്യയിലെ ഒരു വലിയ സാമൂഹ്യ വിഭാഗത്തിന് ഇത് നിഷേധിക്കപ്പെടുന്നു. അവരുടെ സാമ്പത്തികമായിട്ടുള്ള മോചനമാണ് ഇന്ത്യൻ ജനാധിപത്യം എന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഇതിപ്പോൾ ഞാൻ രാഷ്ട്രീയ പാർട്ടികളെ കാര്യം പറയല്ല. ഈ വക കാര്യങ്ങൾ അഡ്രസ് ചെയ്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രക്രിയ ഇനിയും ഇന്ത്യയിൽ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഇന്ത്യക്കാരൻ്റെ സ്വാതന്ത്ര്യമാക്കി മാറ്റുന്നതിനുള്ള ഒരു സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ പ്രക്രിയ ഇവിടെ വളർന്നു വരേണ്ടതുണ്ട്. അതാണ് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും.